വെൽക്കം ടു അവർ സ്റ്റോറി രഹസ്യബന്ധം എപ്പിസോഡ് 2. അയച്ചയാളുടെ പേര് കണ്ടതും മീരയുടെ കയ്യിലെ വെള്ളക്കുപ്പി താഴേക്ക് വീഴാൻ പോയി. കാവ്യ, അവളുടെ സ്വന്തം അനിയത്തി. മീരയുടെ ശ്വാസം നിലച്ചുപോയി. ഹൃദയം തൊണ്ടക്കുഴിയിൽ വന്നിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആ രാത്രി ഹരി തന്നിലേക്ക് പടർന്നപ്പോൾ അവനിൽ നിന്നും വന്നിരുന്ന ആ നേർത്ത പെർഫ്യൂമിൻ്റെ മണം, അത് കാവ്യയുടേതാണെന്ന് മീരയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത്. അവൾ തളർന്ന കട്ടിലിൻ്റെ ഒരു വശത്തിരുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകിയിറങ്ങി. ആ നിമിഷം അവളുടെ മനസ്സ് 5 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. താനൊരു എഞ്ചിനീയറായിരുന്നു. ഒരു വലിയ കമ്പനിയിൽ നല്ല ജോലിയും ഉണ്ടായിരുന്നു. ഹരിയുടെ ആലോചന വന്നപ്പോൾ അവൻ മീരയോട് തനിച്ചിരുന്ന് സംസാരിച്ച ആ വാക്കുകൾ ഇപ്പോഴും അവളുടെ കാതിലുണ്ട്. മീര, എനിക്ക് വേണ്ടത് ഓഫീസിൽ പോയി പണമുണ്ടാക്കുന്നൊരു പെണ്ണിനെയല്ല. എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ എപ്പോഴും എനിക്ക് കൂട്ടായി നിൽക്കുന്നൊരു ഭാര്യയാണ്. നിൻ്റെ എഞ്ചിനീയറിംഗ് മോഹങ്ങളൊക്കെ എനിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ നിനക്ക് പറ്റുമോ? ഹരിയെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടും അവൻ്റെ സ്നേഹത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടും മീര തൻ്റെ കരിയർ വേണ്ടെന്ന് വെച്ചു. വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും എതിർപ്പുകൾ വകവെക്കാതെ തൻ്റെ സ്വപ്നങ്ങളെല്ലാം ഹരിയുടെ കാൽക്കൽ പണയം വെച്ച് 5 വർഷമായി ഒരു സാധാരണ വീട്ടമ്മയായി അവൾ ജീവിച്ചു. അവൻ പറയുന്നതായിരുന്നു അവളുടെ ലോകം. ഇന്ന് താൻ എല്ലാം ത്യാഗം ചെയ്ത് സ്നേഹിച്ച ഭർത്താവും സ്വന്തം ചോരയായ അനിയത്തിയും ചേർന്ന് തന്നെ ജീവനോടെ കൊല്ലുകയായിരുന്നു. മീര തിരിഞ്ഞ് ഹരിയുടെ മുഖത്തേക്ക് നോക്കി. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവൻ സുഖമായി ഉറങ്ങുന്നു. ഹരിയുടെ ഫോണിൽ തെളിഞ്ഞ മെസ്സേജ് കണ്ടതിന് ശേഷം മീരയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പതുക്കെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ അലമാര തുറന്ന് പഴയ ഫോട്ടോ ആൽബം പുറത്തെടുത്തു. ആദ്യ പേജ് തുറന്നതും ഒരു ഫോട്ടോ അവളുടെ കണ്ണിൽ പതിഞ്ഞു. കോളേജ് യൂണിഫോമിൽ ചിരിക്കുന്ന മീര. ആ ഫോട്ടോ കണ്ടപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു മങ്ങിയ പുഞ്ചിരി വിരിഞ്ഞു. എത്ര സ്വപ്നങ്ങളുള്ള പെൺകുട്ടിയായിരുന്നു താൻ. വലിയൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണം, സ്വന്തം കഴിവുകളിൽ ഉയരങ്ങളിലെത്തണം എന്നായിരുന്നു അന്നത്തെ ആഗ്രഹം. അവൾ അടുത്ത പേജ് മറിച്ചു. അവിടെ ഹരിയോടൊപ്പമുള്ള ആദ്യ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ട നിമിഷം തന്നെ അവളുടെ മനസ്സ് 5 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. ഒരു കോഫി ഷോപ്പിൻ്റെ മൂലയിലിരുന്ന് ഹരി അവളെ നോക്കി ചിരിക്കുകയായിരുന്നു. മീര, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ ആ വാക്കുകൾ കേട്ട് അവളുടെ ഹൃദയം അതിവേഗം മിടിച്ചിരുന്നു. ശരിക്കും? നാണത്തോടെ അവൾ ചോദിച്ചു. അതെ, എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് കൂടെ വേണമെന്ന് തോന്നിയ ഒരേ ഒരു പെൺകുട്ടിയാണ് നീ. അന്ന് ഹരിയുടെ കണ്ണുകളിൽ കണ്ട സ്നേഹം സത്യമാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അവൻ അവളുടെ കൈകളിൽ പിടിച്ച് പറഞ്ഞിരുന്നു, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യനായിരിക്കും. ആ വാക്കുകൾ ഓർത്തപ്പോൾ മീരയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ആൽബത്തിൻ്റെ മുകളിലേക്ക് വീണു. എത്ര വലിയൊരു അഭിനേതാവായിരുന്നു നിങ്ങൾ ഹരിയേട്ട. അവൾ വേദനയോടെ മന്ത്രിച്ചു. അവൾ അടുത്ത ഫോട്ടോയിലേക്ക് നോക്കി. അത് അവരുടെ വിവാഹ ദിവസത്തെ ചിത്രമായിരുന്നു. ഹരിയുടെ തോളിൽ തലചായ്ച്ച് സന്തോഷത്തോടെ ചിരിക്കുന്ന തൻ്റെ മുഖം കണ്ടപ്പോൾ അവളുടെ നെഞ്ച് പിടഞ്ഞു. ഇന്ന് ആ ഓർമ്മകൾ ഓരോന്നും അവളുടെ ഹൃദയത്തിൽ കത്തി കുത്തുന്നത് പോലെ തോന്നി. ആൽബം അടച്ച് മീര പതുക്കെ തല ഉയർത്തി കട്ടിലിൽ കിടന്നുറങ്ങുന്ന ഹരിയെ അവൾ നോക്കി. ഒരിക്കൽ അവളുടെ ലോകമായിരുന്ന മനുഷ്യൻ, അവൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു എന്ന് കരുതിയവൻ, പക്ഷേ യഥാർത്ഥത്തിൽ അവളുടെ ജീവിതം നശിപ്പിച്ചവനായി മാറി. അവളുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. എന്നാൽ ഇത്തവണ കണ്ണീരിനൊപ്പം മറ്റൊന്നുണ്ടായിരുന്നു, പ്രതികാരം. എൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയതിനും എൻ്റെ വിശ്വാസം തകർത്തതിനും ഞാൻ കരഞ്ഞ ഓരോ കണ്ണുനീരിനും. ഹരിയെ നോക്കി മീര മനസ്സിൽ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കണക്ക് പറയേണ്ടി വരും. മീരയുടെ ഉള്ളിലെ കരച്ചിൽ പതുക്കെ നിന്നു. കണ്ണുനീരിൻ്റെ സ്ഥാനത്ത് കടുത്ത പ്രതികാരത്തിൻ്റെ ഒരു അഗ്നി പടരാൻ തുടങ്ങി. ആ രാത്രി മീരയ്ക്ക് ഒരൊറ്റ മിനിറ്റ് പോലും കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. ഹരിയുടെ നെഞ്ചിൽ മുഖം ചേർത്തുറങ്ങിയ ആ പഴയ മീര അവിടെ തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു. കട്ടിലിൻ്റെ ഒരറ്റത്ത് ചുരുണ്ടുകൂടി കിടന്ന് അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. നേരം വെളുക്കാറായിട്ടും അവളുടെ ഉള്ളിലെ വിറയൽ മാറിയിരുന്നില്ല. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ തനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകുമോ എന്നോ, അല്ലെങ്കിൽ താൻ എന്തെങ്കിലും ആത്മഹത്യ പോലുള്ള വിപരീത ബുദ്ധി ചെയ്യുമെന്നോ അവൾ ഭയന്നു. പക്ഷേ ആരോട് പറയും? താൻ പ്രാണനായി കണ്ട ഭർത്താവും സ്വന്തം ചോരയായ അനിയത്തിയും. ഈ നാണക്കേട് അവൾ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പറയും? പിറ്റേന്ന് രാവിലെ 8 മണിയായിട്ടും മീര കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്നില്ല. കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാൻ ഇറങ്ങിയ ഹരി ബെഡ്റൂമിലേക്ക് വന്നു. മീരയുടെ വിളറിയ മുഖം കണ്ട് അവൻ അവളുടെ അരികിലിരുന്ന് നെറ്റിയിൽ കൈവച്ച് നോക്കി. മീരൂട്ടി, നിനക്ക് എന്തു പറ്റി? ഒട്ടും സുഖമില്ലേ? ദേഹം നല്ലപോലെ തണുത്തിരിക്കുന്നല്ലോ. ഹരിയുടെ ശബ്ദത്തിൽ പതിവ് വ്യാജമായ സ്നേഹമുണ്ടായിരുന്നു. മീര കണ്ണുകൾ തുറന്ന് അവനെ വെറുപ്പോടെ നോക്കി. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ഭാവം മാറ്റി തിരിഞ്ഞു കടന്നു. എനിക്കൊട്ടും വയ്യ ഹരിയേട്ട, തലവേദന എടുത്തിട്ട് വയ്യ. അയ്യോ, ഇന്ന് കാവ്യയുടെ കല്യാണത്തിന് ഡ്രസ് സെലക്ഷൻ ഉള്ളതല്ലേടി. നീ പോയില്ലെങ്കിൽ എങ്ങനെയാ? അമ്മയും കാവ്യൊക്കെ കാത്തിരിക്കുകയാവും. ഹരിക്ക് കാവ്യ കാണാനുള്ള തിടക്കം വാക്കുകളിൽ വ്യക്തമായിരുന്നു. എനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല ഹരിയേട്ട, നിങ്ങൾ പൊയ്ക്കോ. മീര പുതപ്പ് തലവഴി മൂടിക്കൊണ്ട് പറഞ്ഞു. ഹരിക്ക് ഉള്ളിൽ സന്തോഷമാണ് ഉണ്ടായത്. അവൻ വേഗം പറഞ്ഞു, എന്നാൽ ശരി, നീ കിടന്നോ. ഷോപ്പിങ്ങിന് ഞാൻ കാവ്യയെ കൊണ്ടുപോയിക്കോളാം. നിൻ്റെ അനിയത്തി എൻ്റെയും കൂടിയല്ലേടി. ഞാനെല്ലാം നോക്കിക്കോളാം, നീ റെസ്റ്റ് എടുക്ക്.
ഹരി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതും മീര പുതപ്പ് മാറ്റി എഴുന്നേറ്റിരുന്നു. നിന്റെ അനിയത്തി എൻ്റെയും കൂടിയല്ലേ എന്ന അവൻ്റെ ആ വാക്ക് മീരയുടെ കാതിൽ ഒരു ഈയം ഉരുക്കി ഒഴിച്ചതുപോലെ വന്നു പതിച്ചു. അവൾ കട്ടിലിൽ ഇരുന്ന് ആകെ തകർന്ന് ഉറക്കെ കരഞ്ഞുപോയി. അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ലായിരുന്നു. അച്ഛനോടും അമ്മയോടും ഇത് പറഞ്ഞാൽ ആ പാവങ്ങൾ ഹൃദയം പൊട്ടി മരിക്കും. 5 വർഷം ഹരിയുടെ ലോകത്ത് മാത്രം ജീവിച്ചതുകൊണ്ട് സ്വന്തമെന്ന് പറയാൻ ഒരു കൂട്ടുകാരി പോലും ഇന്ന് അവൾക്കില്ല. താൻ ഈ ലോകത്ത് തീർത്തും ഒറ്റപ്പെട്ടു പോയെന്ന ചിന്ത മീരയെ ജീവനോടെ ശ്വാസം മുട്ടിച്ചു. ആ അനാഥത്വത്തിൻ്റെ നടുവിലേക്ക് മീരയുടെ ഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോൾ അമ്മയാണ്. മീര പതുക്കെ ശബ്ദം ശരിയാക്കി ഫോൺ എടുത്തു. ഹലോ അമ്മേ. ആ മീര മോളെ, ഹരി ഇവിടെ വന്ന് കാവ്യം കൂട്ടി ഷോപ്പിങ്ങിന് പോയി. നിനക്കൊട്ടും വയ്യെന്ന് ഹരി പറഞ്ഞു. എന്താ മോളെ പറ്റിയത്? അമ്മ ചോദിച്ചു. മീര തൊണ്ടയിടറാതെ പിടിച്ചു നിന്നു. അത് ചെറിയൊരു തലവേദന അമ്മേ. സാരമില്ല. അവർ രണ്ടാളും മാത്രമാണ് പോയത്. ദേവൻ വന്നില്ലേ? അതാ മോളെ ഞാൻ വിളിച്ചത്. ദേവൻ ഇന്ന് ബിസിനസ്സിൻ്റെ എന്തോ അർജൻറ്റ് മീറ്റിംഗ് വന്നതുകൊണ്ട് വരാൻ പറ്റില്ലത്രേ. അതുകൊണ്ട് ഡ്രസ്സ് എടുക്കൽ അവർ നാളത്തേക്ക് മാറ്റിവെച്ചു. പക്ഷേ കാവ്യയ്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റണ്ടേ? അവൾ ഹരിയെ നിർബന്ധിച്ച് വെറുതെ മാളിൽ കറങ്ങാൻ പോയതാ. ആ കുട്ടിക്ക് ഹരിയെ അത്രയ്ക്ക് ഇഷ്ടമാ മോളെ. സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് കാണുന്നത്. അമ്മയുടെ നിഷ്കളങ്കമായ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ നെഞ്ച് പിടഞ്ഞു. ശരി അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. മീര വേഗം ഫോൺ കട്ട് ചെയ്തു. ഫോൺ ബെഡിലേക്ക് എറിഞ്ഞ മീര ആലോചനയിലാണ്ടു. അവളുടെ തലയിൽ ഇപ്പോൾ ഒരൊറ്റ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ദേവൻ. കാവ്യയെ വിവാഹം കഴിക്കാൻ പോകുന്ന ദേവൻ. മാന്യനായ പാവപ്പെട്ടൊരു ചെറുപ്പക്കാരൻ. അവനും തന്നെ പോലെ ഒരു ചതിക്കുഴിയിലേക്കാണ് നടന്നു നീങ്ങുന്നതെന്ന് അവനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? പെട്ടെന്ന് മീരയുടെ ഉള്ളിലെ ഭയം മാറി. അവിടെ കടുത്ത ഒരു വാശി വന്നു നിറഞ്ഞു. തൻ്റെ ജീവിതം തകർത്ത ഹരിയെയും കാവ്യയെയും വെറുതെ വിടാൻ പാടില്ല. അവരെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തണം. പ്രതികാരത്തിൻ്റെ കനൽ അവളുടെ മനസ്സിനെ ശക്തമാക്കി. അവൾ കണ്ണീർ തുടച്ചു മാറ്റി ഉറച്ച തീരുമാനത്തോടെ ദേവൻ്റെ നമ്പർ ഡയൽ ചെയ്തു. കാറിലിരിക്കുമ്പോൾ കാവ്യ ഹരിയെ നോക്കി വശ്യതയോടെ ചെറുതായി ചിരിച്ചു. ഹരിയേട്ടാ, ഇന്നലെ രാത്രി വീട്ടിൽ പോയപ്പോൾ മീര ചേച്ചി എന്തെങ്കിലും ചോദിച്ചോ? നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന് അവൾക്ക് സംശയമൊന്നും തോന്നിയില്ലല്ലോ? ഇല്ല. ഹരി പുച്ഛത്തോടെ ചിരിച്ചു. അവൾക്ക് ഇപ്പോഴും എന്നെ കണ്ണടച്ച വിശ്വാസമാണ്. ഓഫീസിൽ മീറ്റിംഗ് ആയിരുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു മറുചോദ്യം പോലും ചോദിക്കാതെ എനിക്ക് വെച്ച് വിളമ്പി തന്നു. പാവം മീര ചേച്ചി. കാവ്യ ചുണ്ടിലൊരു പരിഹാസച്ചിരിയുടെ കൃത്രിമ സഹതാപം നടിച്ചു. പാവമോ? ഹരി സ്റ്റിയറിങ്ങിൽ വിരലുകൾ അമർത്തിക്കൊണ്ട് പറഞ്ഞു. മീര എനിക്ക് ഒരുപാട് കാലമായി മടുത്തു. അവളുടെ ലോകം മുഴുവൻ എന്നെയും കുടുംബത്തെയും ചുറ്റിപ്പറ്റിയാണ്. വിരസമായ ജീവിതം. സംസാരിച്ചാലും അതേ കാര്യങ്ങൾ, ജീവിച്ചാലും അതേ രീതി. അപ്പോൾ എന്നെ ഒട്ടും മടുത്തിട്ടില്ല അല്ലേ ഹരിയേട്ടാ? അവൾ വശ്യതയോടെ ചോദിച്ചു. മടുക്കാനോ? ഓരോ തവണ കാണുമ്പോഴും നിന്നെ എനിക്ക് കൂടുതൽ വേണമെന്ന് തോന്നുകയാണ്. ഹരി അവളുടെ മുഖത്തേക്ക് ചാഞ്ഞു. അവൻ്റെ ശബ്ദം താണിരുന്നു. ദേവൻ്റെ കൂടെ നീ ആ മണ്ഡപത്തിലിരിക്കുന്നത് ഓർക്കുമ്പോൾ പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാവ്യ പതുക്കെ ഹരിയുടെ ചുണ്ടുകളിൽ വിരലുകൾ അമർത്തി അവനെ തടഞ്ഞു. അവളുടെ ആ ചെറിയ സ്പർശനം ഹരിയിൽ ഒരു കനലായി പടർന്നു. ദേവനേക്കാൾ എനിക്കിഷ്ടം അവൻ്റെ ജീവിതമാണ് ഹരിയേട്ട. ആ പണം, ആ സ്റ്റാറ്റസ്, ആ വലിയ തറവാട്, അതൊക്കെ എനിക്ക് വേണം. അതിനുവേണ്ടി മാത്രമാണ് ഈ കല്യാണം. അവൾ ഹരിയുടെ കാതോരം ചേർന്ന് പതുക്കെ മന്ത്രിച്ചു. പക്ഷേ ആ വലിയ വീട്ടിലെ ആഡംബര കിടപ്പറയിലും ഞാൻ ഓർക്കാൻ പോകുന്നത് എൻ്റെ ഈ ഹരിയേട്ടനെ മാത്രമായിരിക്കും. എൻ്റെ സന്തോഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എനിക്ക് ഹരിയേട്ടൻ്റെ ഈ ചൂട് വേണം. കല്യാണം കഴിഞ്ഞാലും നമ്മൾ തമ്മിലുള്ളത് രഹസ്യമായി ഇങ്ങനെ ഉണ്ടാകും. കൂടുതൽ ആവേശത്തോടെ. ഓർമ്മയുണ്ടല്ലോ? അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവളിൽ നിന്ന് വരുന്ന സുഗന്ധം അവനെ മയക്കുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. രാത്രി ദേവൻ്റെ ഭാര്യയെ നീ ജീവിക്കുമ്പോഴും പകലുകളിൽ നീ എൻ്റേത് മാത്രമായിരിക്കും. ഹരിയുടെ ശ്വാസം വേഗതയിലായി. കാവ്യ അവൻ്റെ നെഞ്ചിൽ പതുക്കെ തട്ടി. അവനിൽ നിന്ന് അല്പം മാറിയിരുന്ന് വശ്യതയോടെ ചിരിച്ചു. അവനെ കൂടുതൽ കൊതിപ്പിക്കാനെന്ന വണ്ണം അവൾ തൻ്റെ ചിതറിക്കിടക്കുന്ന മുടിയിഴകൾ പുറകിലേക്ക് ഒതുക്കി. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. അതിനു മുൻപ് നാളെ നമ്മൾ എവിടെയാണ് കാണുന്നത്? കാവ്യ കണ്ണുകൾ ചെറുതാക്കി ചോദിച്ചു. ഹരി ഒരു നിമിഷം ആലോചിച്ചു. അവൻ്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. നാളെ മീര വീട്ടിൽ പോകുകയായിരുന്നു. രാത്രിയെ തിരിച്ചു വരൂ. വീട് മുഴുവൻ നമുക്ക് മാത്രമായിരിക്കും. അപ്പോൾ നാളെ ഹരിയേട്ടൻ്റെ വീട്ടിൽ വരണമെന്നാണോ? കാവ്യ ഒരു കള്ളച്ചിരിയോടെ അവനെ നോക്കി. അതെ. ഹരി അവളുടെ മുഖത്തേക്ക് വീണ്ടും അടുത്തു. നിന്റെ കല്യാണത്തിന് മുൻപ് എനിക്ക് നിന്നെ പൂർണ്ണമായി വേണം. ആരും ശല്യം ചെയ്യാനില്ലാതെ ആ വലിയ വീട്ടിൽ എൻ്റെ കിടപ്പറയിൽ നിൻ്റെ ഈ വന്യത മുഴുവൻ എനിക്ക് അനുഭവിക്കണം. കാവ്യ അവൻ്റെ കഴുത്തിലൂടെ കൈകൾ പിണച്ച് അവൻ്റെ ചുണ്ടുകളോട് തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു. അവളുടെ ചൂടുള്ള ശ്വാസം ഹരിയുടെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. നാളെ ഞാൻ വരും ഹരിയേട്ട. ഹരിയേട്ടൻ പോലും വിചാരിക്കാത്ത അത്രയും ഹോട്ടായി. പക്ഷേ എന്നെ അത്ര പെട്ടെന്നൊന്നും കീഴ്പ്പെടുത്താൻ ഹരിയേട്ടന് കഴിയില്ല. അവൾ വശ്യമായി മന്ത്രിച്ചു. അത് നാളെ കാണാം. നിന്നെ എങ്ങനെ മെരുക്കുമെന്ന് എനിക്കറിയാം. ഹരി അവളുടെ ചുണ്ടുകളിലേക്ക് അമരാനാഞ്ഞു. പക്ഷേ കാവ്യ പെട്ടെന്ന് അവനെ തള്ളി മാറ്റി. സീറ്റിലേക്ക് നേരെ ഇരുന്ന് കണ്ണാടി നോക്കി തൻ്റെ ലിപ്സ്റ്റിക് ശരിയാക്കി. ബാക്കി നാളത്തേക്ക് മാറ്റിവെക്കാം ഹരിയേട്ട. ഇപ്പോൾ വണ്ടി എടുക്ക്. ദേവേട്ടൻ എന്നെ തിരക്കുന്നുണ്ടാകും. ഹരി ഒരു നിരാശയോടെയും എന്നാൽ നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടെയും വണ്ടി മുന്നോട്ടെടുത്തു. അവർ രണ്ടുപേരും വരാൻ പോകുന്ന നാളെയുടെ ലഹരിയിൽ വഞ്ചനയുടെ ആനന്ദത്തോടെ ചിരിച്ചു. അവർ അറിയുന്നുണ്ടായിരുന്നില്ല നാളെ അവർക്കായി കാത്തിരിക്കുന്നത് ആ ലഹരിയുടെ രാത്രിയല്ല, മറിച്ച് അവരുടെ വഞ്ചനകളുടെ അന്ത്യം കുറിക്കുന്ന വലിയൊരു കെണിയാണെന്ന്. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്
കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കൂ.